നമ്മൾ ഒരു ദിവസം അധികം കാത്തു നിന്നിട്ടാണെങ്കിലും നമ്മുടെ കേരള റൗണ്ട് 2 അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ റൗണ്ട് 2 അലോട്ട്മെന്റിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് റാങ്കുകൾ ഓരോ കാറ്റഗറി വൈസും ലാസ്റ്റ് റാങ്ക് എത്രയാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കാം റൗണ്ട് 2 ആൻഡ് റൗണ്ട് 2 കാറ്റഗറി വൈസ് ഉള്ള ഒരു ട്രെൻഡ് സ്പോട്ടിങ് കഴിഞ്ഞ വർഷത്തെ റൗണ്ട് 2 അലോട്ട്മെന്റിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും ഒരു ട്രെൻഡ്, അതായത് നമുക്ക് സാധ്യതകൾ കൂടുവാണോ കുറയുവാണോ എന്നുള്ള കാര്യം നോക്കാം. ആൻഡ് ചില കോമ്പറ്റീഷൻസ്, ചില കാറ്റഗറികളുടെ ഉള്ളിൽ കോമ്പറ്റീഷൻസ് അധികമായിട്ട് വരുന്നുണ്ട്, ചിലതിനകത്ത് കുറച്ച് എളുപ്പമായിട്ട് വരുന്നുണ്ട്. അതായത് ഏതൊക്കെ കാറ്റഗറികളാണ് നോക്കാം, അങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കാനുള്ളത്. സോ വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനകത്തോട് കൂടിയിട്ട് നമ്മുടെ റൗണ്ട് 3 പോസിബിലിറ്റീസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡീറ്റെയിൽ അനാലിസിസ് വീഡിയോയിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ കണ്ടന്റുകൾ ഇതൊക്കെയാണ്. ഡീറ്റെയിൽ അനാലിസിസ് ഉണ്ടാവും, കാറ്റഗറി വൈസ് ട്രെൻഡ് നോക്കാം, റൗണ്ട് 3 പോസിബിലിറ്റീസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. സോ അതിനൊക്കെ മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമ്മുടെ അലോട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് നമുക്കറിയാൻ വേണ്ടി പറ്റും. നമ്മൾ 25-ാം തീയതി വരും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് വന്നപ്പോഴത്തേക്കും 26-ാം തീയതി ആയിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു കാര്യം അതിനകത്തുണ്ട്. അതിനകത്ത് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വന്നിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എന്തെങ്കിലും ചലഞ്ചുകൾ ഉണ്ടെങ്കിൽ ചലഞ്ച് കൊടുക്കേണ്ടതാണ്. ചലഞ്ച് കൊടുക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ സിഇ ഇൻഫോ, എന്താ പറയാ, ഈ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുന്നുണ്ട്. ke.info.ce@kerala.gov.in എന്നുള്ള government.in എന്നുള്ള ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ളത്. അത് 27-ാം തീയതി രാവിലെ 11 മണിക്കുള്ളിൽ കൊടുക്കേണ്ടതാണ്. കാരണം വെച്ചാൽ 27-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും, ഇപ്പോൾ നിലവിൽ പറയുന്നത് 27-ാം തീയതി ആണ്, ചിലപ്പോൾ ഒരു ദിവസമൊക്കെ വൈകാം, കേരള അലോട്ട്മെന്റിന്റെ കാര്യമാണെന്നുള്ളതാണ്. പക്ഷെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പർ അവർ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പരാതികൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള പ്രൊഫഷണൽ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്നുള്ളതാണ്. അതർവൈസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതേ പ്രൊഫഷണൽ ലിസ്റ്റ് തന്നെയായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒറിജിനൽ ലിസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവുക. സോ പ്രൊഫഷണൽ ലിസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ലിസ്റ്റ് ഇതാ ഇവിടെ കാണുന്ന രൂപത്തിൽ ഇതുപോലത്തെ ഒരു PDF ലിസ്റ്റ് ആയിട്ടാണ് നമ്മളോട് കൊടുത്തിട്ടുള്ളത്. ഓരോ ആളുകൾക്കും എവിടെ കിട്ടിയിട്ടുണ്ട്, എന്തായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും. കേരള റാങ്ക് 42 ആദ്യമായിട്ട് ഒരു അപ്ഗ്രഡേഷൻ ഒക്കെ വാങ്ങിയിട്ടുള്ള ഒരു റാങ്ക് വരുന്നത്. ഇതുപോലെ ഓരോ കോളേജിലും എവിടം വരെ കിട്ടി, എന്തൊക്കെ പോസിബിലിറ്റീസ് ആണെന്നുള്ള കാര്യം, അതിന്റെ ഓരോ കാറ്റഗറീസും നമുക്ക് ഈ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ഇതിനകത്ത് തന്നെ നമ്മുടെ അധ്വാനം കുറയ്ക്കാവുന്ന രൂപത്തിൽ തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പബ്ലിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓരോ കോളേജുകളുടെയും ഡീറ്റെയിൽ വെച്ചിട്ട് ഓരോ കാറ്റഗറിക്കും ലാസ്റ്റ് റാങ്കിൽ എത്ര വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ ലാസ്റ്റ് റാങ്കിന്റെ അടിയിലും ഞാനിവിടെ ഒരു പച്ച മഷിയുണ്ട്, ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ കറസ്പോണ്ടിങ് ലാസ്റ്റ് റാങ്ക് കൂടി ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു PDF ഒരു ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന രൂപത്തിലേക്ക് ഫസ്റ്റ് കമന്റിലേക്ക് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലേക്ക് ഞാനിത് പോസ്റ്റ് ചെയ്തോളാം, ഈ ഒരു PDF കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് കൂടി വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഗവൺമെന്റ് കോളേജുകളിൽ നമുക്ക് ഓരോന്നിന്റെ ലാസ്റ്റ് റാങ്കുകൾ നോക്കുകയാണെങ്കിൽ, ഗവൺമെന്റ് കോളേജുകളിൽ നമ്മൾ നോക്കുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ ഏറ്റവും ലാസ്റ്റ് റാങ്ക് ഇത്തവണ പോയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 894 എറണാകുളത്ത് പോയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം 894 എറണാകുളത്ത് പോയിട്ടുണ്ട്. 873 നമുക്ക് കൊല്ലത്തിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 892 കണ്ണൂർ പോയിട്ടുണ്ട്. 890 മഞ്ചേരി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 890 വരെയുള്ള സ്ഥലത്താണ് ഇത്തവണ സ്റ്റേറ്റ് മെറിറ്റിന് ലാസ്റ്റ് പോയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. ഇതുപോലെ തന്നെ ഓരോ കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ EZ നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞ കോളേജുകളിലാണ് ഏറ്റവും ലാസ്റ്റിലായിട്ട് പോകുന്നുണ്ടാവുക. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. പാലക്കാട് 1500 പോയിട്ടുണ്ട്, കോന്നിയിൽ 2000 പോയിട്ടുണ്ട്, ഇടുക്കിയിൽ 2000 പോയിട്ടുണ്ട്. അതാണ് EZ ലാസ്റ്റ് കേരള ഇതിൽ പോയിട്ടുള്ള ഒരു കാറ്റഗറി റാങ്ക് കാണാനുള്ളത്. അതുപോലെ തന്നെ MU കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. MUയിൽ നോക്കുകയാണെങ്കിൽ ഇടുക്കി ഇടുക്കിയിൽ വന്നുള്ളത് 1229 MUയിൽ ലാസ്റ്റ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ പോസിബിലിറ്റി ഉള്ള ഒരു സാധനം നമ്മുടെ കോന്നിയാണ്. കോന്നിയിലുള്ളത് 1174 പോയിട്ടുള്ളത്. എല്ലാ കാറ്റഗറി ഓരോ കാറ്റഗറിക്കും ഇതിപ്പോൾ ഇടുക്കി കോന്നി തന്നെയാണ് ലാസ്റ്റ് റാങ്കിൽ മിക്കവാറും എല്ലാ കാറ്റഗറികളിലും ലീഡ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇടുക്കിയുടെ കോന്നിയുടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എവിടെ എത്തും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ഓരോ കാറ്റഗറി വെച്ച് നോക്കുന്ന സമയത്തും ചില റിലാക്സേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷം പോയതിനേക്കാൾ, അതായത് കഴിഞ്ഞ വർഷം നമുക്ക് എത്ര ഇതിനാണോ സെക്കൻഡ് അലോട്ട്മെന്റ് പോയത് അതിനേക്കാൾ കുറച്ചും കൂടി റാങ്ക് മുകളിലേക്കായിട്ടാണ് പോകുന്നത്. എക്സെപ്റ്റ് ഫോർ EZ കാറ്റഗറി. EZ കാറ്റഗറിക്ക് മാത്രമാണ് കുറച്ചൊരു കോമ്പറ്റീഷൻ ടൈറ്റ് ആയ പോലെ. അതുപോലെ തന്നെ ST കാറ്റഗറിയിലും കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെ പോകുന്ന കാണാൻ വേണ്ടി പറ്റും. ഈവൻ MUയിലും ജനറലിലും അടക്കമുള്ള സ്ഥലങ്ങളിലടക്കം കുറച്ച് താഴേക്ക് റിലാക്സേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അതേ രീതി തന്നെ നമുക്ക് കണക്കാവട്ടാന്നുള്ള ഉദാഹരണത്തിന് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഇത് ഏറ്റവും മേളിലുള്ളത് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 760 കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്ന റാങ്ക്. ഇത്തവണ പോകുന്നത് 810 പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 50 റാങ്കിന്റെ വ്യത്യാസം ആലപ്പുഴയിൽ തന്നെ വന്നിട്ടുണ്ട്. അതിന്റെ താഴേക്ക് നോക്കുമ്പോൾ ഓരോരോ കോളേജുകൾ
829 എറണാകുളം, ഇത്തവണ 894 വരെ പോയിട്ടുണ്ട്. ഒരു 70 റാങ്കിന്റെ വ്യത്യാസം ഇവിടെ കാണുന്നുണ്ട്. ഞാനത് എഴുതി തന്നെ പോകാം, അതായിരിക്കും നന്നാവുന്നുണ്ടാവുക. ഇവിടെ ഒരു +50 മാർക്കിന്റെ +50 റാങ്കിന്റെ വ്യത്യാസമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു +70 റാങ്കിന്റെ അല്ലെങ്കിൽ ഇവിടെ ഒരു +70 റാങ്കിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് കോഴിക്കോട് 261 സ്റ്റേറ്റ് മെറിറ്റ് പോയത്, ഇത്തവണ 275 പോയിട്ടുണ്ട്. ഒരു 14 റാങ്കിന്റെ വ്യത്യാസം. ഇവൻ കോഴിക്കോട് പോലെ അത്രയധികം ആളുകൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തും 14 റാങ്ക് കൂടുതലാണ് വന്നിട്ടുള്ളത്. ഇനി തൊട്ടടുത്ത് വരുന്നത് കൊല്ലത്ത് 800 എന്നുള്ളത് 873 70 റാങ്കിന്റെ വ്യത്യാസം അവിടെയും കാണുന്നുണ്ട്. നമുക്ക് പ്രോബബ്ലി വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഹയർ റാങ്കുള്ള കുട്ടികൾ മറ്റ് ഓപ്ഷനുകൾ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, എയിംസുകൾ, കാര്യങ്ങളൊക്കെ ഓപ്റ്റ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഒരു 70 റാങ്കിന്റെ വ്യത്യാസമൊക്കെ ജനറലി കാണുന്നുണ്ട്. ഇനി താഴേക്ക് നോക്കുമ്പോൾ കൊല്ലം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കോട്ടയം, കണ്ണൂരാണ്. കണ്ണൂർ ഇതുപോലെ തന്നെ 728 നിന്ന് 92 ഇതും ഏകദേശം നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഒരു 65-68 വ്യത്യാസത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈവൻ നമ്മുടെ കോട്ടയത്ത് 540 ഉണ്ടായിരുന്നത് ഇവിടെ ഒരു 50 റാങ്കിന്റെ വ്യത്യാസം അവിടെ കാണുന്നുണ്ട്. സോ ജനറൽ കാറ്റഗറിക്കകത്ത് ടോട്ടലി പറയാണ് നമുക്കൊരു +50 മാർക്ക് 50 റാങ്കിന്റെ എങ്കിലും വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കഴിഞ്ഞ വർഷം എത്രയാണോ പോയത് +50 കൂടി വന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റുന്നത്, ഇപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തതെന്ന് പറഞ്ഞാൽ 2023 അതായത് കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെന്റ് ഡീറ്റെയിൽ ആണ്. ഇത് തേർഡ് റൗണ്ടിന്റെ അലോട്ട്മെന്റ് ഡീറ്റെയിൽ ആണ്. തേർഡ് റൗണ്ടിൽ പോയതിനേക്കാളും ഒരു 50-60 റാങ്കൊക്കെ താഴേക്ക് പിന്നെ വരാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് സെക്കൻഡ് റൗണ്ട് അല്ല, തേർഡ് റൗണ്ടിൻ്റെതാണ്. അപ്പോൾ തേർഡ് റൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത്രയധികം അങ്ങോട്ടേക്ക് പ്രതീക്ഷ ഉണ്ട് എന്നുള്ള കാര്യം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമ്മൾ ഓരോരുത്തരും ഈ ഒരു സാധനത്തിനനുസരിച്ചിട്ടാണ് നമ്മളുടെ പോസിബിലിറ്റീസ് എന്താണ് എന്നുള്ളൊരു കാര്യം നമ്മൾ എന്ത് ചെയ്തിരിക്കേണ്ടത്, മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു +50 ആണെങ്കിൽ അടുത്ത കാറ്റഗറി നമുക്ക് ഇവിടെ കണ്ടത് EZ ആണ്. പക്ഷേ EZ-നകത്ത് കുറച്ചൊരു കോമ്പറ്റീഷൻ ടൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 953 പോയിട്ടുണ്ടായിരുന്നു, ഇത്തവണ 929 പോയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു -20. കഴിഞ്ഞ പ്രാവശ്യം പോയതിനേക്കാളും ഒരു 20 റാങ്ക് താഴെ EZ-ൽ പോയ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തൊട്ടടുത്ത കോളേജിൽ നോക്കുന്ന സമയത്ത് 1049 വർഷം, ഇവിടെ മാത്രം നമുക്ക് കാണാം അല്ലെ +ഒരു 15 വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ 1770 ആയിരുന്നു, ഇവിടെ 2000 പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു +250 വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 483 ആയിരുന്നു 495, +10 വ്യത്യാസം പോയിട്ടുണ്ട്. ഇവിടെ 1385 ആയിരുന്നു, 1390 +5 വ്യത്യാസം മാത്രമാണ് വന്നിട്ടുള്ളത്. 1216 ഉള്ളത് 1241 ആയിട്ടുണ്ട്, ജസ്റ്റ് 30 വ്യത്യാസം ഉള്ളത്. ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നമ്മൾ കാണുന്നത്, അതായത് സ്റ്റേറ്റ് മെറിറ്റിനേക്കാൾ കോമ്പറ്റീഷൻ കാണുന്നത് EZ കാറ്റഗറിയുടെ ഉള്ളിലാണ്. അപ്പൊ EZ കാറ്റഗറിയുള്ള ആൾക്കാർ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഒരുപാട് മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കേണ്ട എന്നുള്ളതാണ് പറയാനുള്ളത്. 827 പോയത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. 827 വരെ പോയിട്ടില്ല, 804 വരെ പോയിട്ടുള്ളൂ. ഒരു 25 റാങ്കിന്റെ ഒക്കെ കുറവ് താഴേക്കാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം പോയതിനേക്കാൾ 25 റാങ്ക് താഴെയാണ് EZ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി അടുത്ത നോക്കുമ്പോൾ ഇവിടെ 1230 കഴിഞ്ഞ വർഷം പോരുന്നത്, അത്തവണ ഇവിടെ 1182 -50 വന്നിട്ടുള്ളത്. ഇത് ഏത് കോളേജിലാണ് ഈ ഒരു -50 വന്നിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, മഞ്ചേരിയിൽ EZ താഴേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പാലക്കാടിൽ പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും 1564 ആയിരുന്നു, അത് 1575 ആയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു +10 വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ EZ-നകത്ത് അങ്ങനെ ഒരു വലിയ വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യാനില്ല, കാണാനില്ല എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ EZ കാറ്റഗറിയിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്, അല്ലെങ്കിൽ കുറച്ചൊരു മൈനസ് ആണ്, ഒരു +10 വ്യത്യാസം വരുന്നുള്ളൂ EZ-നെ കഴിഞ്ഞ റാങ്കിലെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ. മുസ്ലിം കാറ്റഗറി ഒരു ജനറൽ ഓവർവ്യൂവിൽ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷത്തെ അതേ ട്രെൻഡാണ് സ്പോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അനുമാനങ്ങൾ, നമ്മുടെ എസ്റ്റിമേഷൻസ് കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെ നമുക്ക് വെച്ചിരിക്കാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ വർഷം എന്താണോ നടന്നത് അത് തന്നെയായിരിക്കും അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. മുസ്ലിം കാറ്റഗറിയിൽ ഇത് ഗവൺമെന്റിന്റെ ആണ് ഞാൻ പറയുന്നതെങ്കിലും ഇത് തന്നെയാണ് സെൽഫ് ഫിനാൻസിംഗിലേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. ഇവിടെ നമുക്ക് ആദ്യം ഫസ്റ്റ് വന്നത് ആലപ്പുഴയാണ്. കഴിഞ്ഞ പ്രാവശ്യം 840 പോയി, ഇത്തവണ 849 പോയി, +9 വ്യത്യാസമാണ് ഉണ്ടായത്. ഇവിടെ 1048 പോയത് 1098 ആയിട്ട് മാറി, +50 വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ അത് റാൻഡം ആണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. 1135 പോയത് 1200, ഇത് ഏകദേശം +90 വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട്. 312 320, ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, +8 വ്യത്യാസമാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ സ്റ്റിൽ പ്ലസ് ആണ്. EZ പോലെ എവിടെയെങ്കിലും ഒന്ന് മൈനസ് ആയിട്ട് കാണുന്നില്ല, ഒരു +10 വ്യത്യാസം തന്നെയാണ് കാണുന്നത്. 1090 ഉണ്ടായിരുന്നു, 1124 എന്ന് പറഞ്ഞാൽ ഏകദേശം 30 വ്യത്യാസമാണ് ഇവിടെ വന്നിട്ടുള്ളത്. 1087 അത് 1133 അത് ഇവിടെ ഒരു +50 വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. റാൻഡം ആയിട്ട് കേട്ടോ, ഒരു ആവറേജ് മാത്രം എടുത്ത് കണക്കൂട്ടി പറയാണ്. 628 687 മാറിയിട്ടുണ്ട്, ഒരു +60 വ്യത്യാസം കാണുന്നുണ്ട്. 45 ഉണ്ടായിരുന്നു, 42 സെയിം ആണ് അല്ലേ, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു -3 പക്ഷെ അത് നെഗ്ലിജിബിൾ ആണ്, ഓൾമോസ്റ്റ് സെയിം തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. 842 1085 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 150 വ്യത്യാസം കൂടുതൽ കാണാൻ വേണ്ടി പറ്റും. 1157 1174 സെയിം റാങ്ക്, പ്ലസ് ഒരു 20 വ്യത്യാസമൊക്കെ നമുക്ക് നോക്കിയാൽ മതി. സോ അത്തരത്തിൽ MU കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞ വർഷത്തെ സെയിം,
അല്ലെങ്കിൽ ഒരു +20 +30 എന്നുള്ള രൂപത്തിലേക്ക് കുറച്ചും കൂടി കൂടുതലായിട്ടാണ് MUന് വരുന്നുണ്ടാവുക. ഇനി നമുക്കൊരു നമ്മൾ പറയില്ലേ ഒരു ബമ്പർ ലോട്ടറി അടിച്ചു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അത് 2 കാറ്റഗറികളിലാണ് എനിക്ക് പ്രഥമ നോക്കിയത്. ചില കോളേജുകളിൽ അതിന് വ്യത്യാസമുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ലാറ്റിൻ വിഭാഗത്തിലുള്ള ആളുകൾ, LA വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക് കുറച്ചധികം വ്യത്യാസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 1550 പോയത് 2300 പോയിട്ടുണ്ട്. +800 റാങ്കിന്റെ വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ലാറ്റിൻ വിഭാഗത്തിൽ ഇത്തവണ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത ഹൈ റാങ്ക് മേടിച്ച കുട്ടികളുടെ എണ്ണം കുറവാണെന്നും കിട്ടിയ കുട്ടികൾ തന്നെ മറ്റു പല ഓപ്ഷൻസ് എടുത്തു പോയിട്ടുണ്ടെന്നാണ്. +800ന്റെ വ്യത്യാസം കാണാനുണ്ട്. ഇവിടെ നോക്കുമ്പോൾ +200ന്റെ വ്യത്യാസം നമുക്ക് കാണാനുണ്ട്. ഇത്ര വലിയ വ്യത്യാസങ്ങൾ മറ്റ് കാറ്റഗറികളിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇവിടെ മാത്രം, അതായത് ഇത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ അത് താഴേക്കാണ് വന്നത്. 3900 നിന്ന് -900 ആണ് വന്നിട്ടുള്ളത്. സോ ലാറ്റിൻ വിഭാഗത്തിൽ വലിയ വേരിയേഷൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസത്തിനേക്കാളും. 737 1294 +500 റാങ്കിന് കൂടുതൽ ലാറ്റിൻ വിഭാഗത്തിൽ കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. 1600 2400 ഇവിടെ ഏകദേശം +800 റാങ്കിന് കൂടുതലായിട്ട് കിട്ടുന്നത് പോലെ തോന്നുന്നുണ്ട്. 1800 2500 എന്ന് പറയുമ്പോൾ +700ന്റെ വ്യത്യാസമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. 811 കണ്ടോ, 811 1900 മാറി എന്ന് പറഞ്ഞാൽ +1100 റാങ്കിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് ഗവൺമെന്റ് MBBSൽ ലാറ്റിൻ വിഭാഗത്തിന് കൂടുതലായിട്ട് കിട്ടുന്നത് കാണുന്നുണ്ട്. സോ ലാറ്റിൻ വിഭാഗത്തിന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ലാറ്റിൻ വിഭാഗത്തിന് ഒരു 1000 റാങ്കുകൾ എന്താണ് കൂടുതലായിട്ടാണ് വന്നതുപോലെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ലാറ്റിനിലുള്ള ആൾക്ക് അതനുസരിച്ചിട്ട് നമ്മൾ എല്ലാ വിഭാഗമാണോ ഇപ്പൊ കഴിഞ്ഞ വർഷത്തിന് കിട്ടിയതിനേക്കാൾ ഒരു 1000 റാങ്കെങ്കിലും മുന്നോട്ടുള്ള കുട്ടികൾക്കെങ്കിലും എന്ത് ചെയ്യാണ്ട് കിട്ടാനുണ്ട്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്, ഇപ്പൊ കാറ്റഗറി റാങ്ക് വെച്ചിട്ടല്ല പറയാ, സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ വെച്ചിട്ട്. അപ്പൊ ലാറ്റിനിൽ ഇത്തവണ കുറച്ച് കോമ്പറ്റീഷൻ കുറവാണെന്നുള്ളതാണ്. അടുത്ത സാധനം BH ആണ്. BHും ഈ പറഞ്ഞ പോലെ ലാറ്റിനിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു വ്യത്യാസം നമുക്ക് കാണാനില്ലെങ്കിലും BHന്റെ കാറ്റഗറികൾ കുറച്ച് എളുപ്പമാവുന്നത് പോലെയാണ് നമുക്ക് കാണാനുള്ളത്. BH റിസർവേഷൻ ഉള്ള ആളുകൾക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 1200 പോയത് 1332 +100ന്റെ വ്യത്യാസം നമുക്ക് തുടക്കത്തിൽ ആലപ്പുഴ തന്നെ കാണാൻ വേണ്ടി പറ്റും. 1162 1365 ഏകദേശം 250ന്റെ വ്യത്യാസമാണ് നമ്മളവിടെ കാണുന്നത്. ഇവിടെ 2800 ഒരു സ്ഥലത്ത് മാത്രം, ഇത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇടുക്കിയുടെ ഒരു ജനറൽ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോകുന്നത് കഴിഞ്ഞ വർഷം പോയതിനേക്കാൾ താഴെയുള്ള റാങ്കിൽ, അതായത് കൂടുതൽ ആളുകൾ ഇടുക്കി ചൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് അർത്ഥം. ഇടുക്കി മെഡിക്കൽ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കുറച്ചധികം ആൾക്കാർ നെഗ്ലക്ട് ചെയ്തിരുന്നു, അതായത് ഞാൻ അവിടെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ ഇത്തവണ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇടുക്കി ചൂസ് ചെയ്ത് തുടങ്ങുന്നത് നല്ലതാണ്. കാരണം ഒരു ഗവൺമെന്റ് കോളേജാണ്, എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും സാധാ ഒരു കോളേജിന്റെ ഗണത്തിലേക്ക് തന്നെ ആളുകൾ ചൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ടാവും. കൂടുതൽ ബെറ്റർ റാങ്കുള്ള ആൾക്കാർ ഇടുക്കി ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇടുക്കിനെ സംബന്ധിച്ചിട്ട് പറയാനുള്ള ഒരു കാര്യം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് BHലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ കൊല്ലം 474 പോയത് ഇത്തവണ 686 +200 റാങ്കിന്റെ വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. 1300 1500 ഇവിടെയും +200 റാങ്കിന്റെ വ്യത്യാസം കാണാൻ വേണ്ടി പറ്റും. 1200 ഇതും കൂടെ +300ന്റെ വ്യത്യാസം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ BHന് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഒരു 300ന്റെ വ്യത്യാസം, അതായത് ഒരു 300 റാങ്ക് അധികമുള്ള ആളുകൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെന്റ് നടപടികളെ, കഴിഞ്ഞ വർഷത്തെ റാങ്കിങ് സ്കീമുകളെ നോക്കുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമായിട്ടാണ് കാണുന്നത്. ഇതുവരെ കണ്ടതിൽ ഈഴവേല് മാത്രം, EZൽ മാത്രമാണ് ഒരു കുറച്ച് ടൈറ്റ് കോമ്പറ്റീഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത് നമുക്ക് കാറ്റഗറി ഡിസ്കസ് ചെയ്യാനുള്ളത് DV ആണ്. DVയിലും നമുക്ക് ഇതുപോലെ ജനറലി പറയുകയാണെങ്കിൽ ഒരു എളുപ്പം കിട്ടുന്നത് പോലെയാണ്, ഭയങ്കര എളുപ്പം എന്നല്ല, എളുപ്പം കിട്ടുന്ന പോലെയാണ്. 5200 5400 ഒരു 200 റാങ്ക് വരെ കൂടുതലുള്ള, കഴിഞ്ഞ വർഷത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ 200 റാങ്ക് വരെ കൂടുതലുള്ള ആളുകൾക്ക് കിട്ടുന്നത് പോലെയാണ് ഉണ്ടാവുക. ഈ ഒരു കോളേജിൽ നമ്മുടെ എറണാകുളത്തിലാണ് 6000 നിന്ന് 5400 -400 പോയിട്ടുണ്ട്. റയറാണ്, ബാക്കി എല്ലാ സ്ഥലത്തും ഒരുപോലെ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. 6400 നിന്ന് 6900 ഒരു 500ന്റെ വ്യത്യാസം, 500 റാങ്കിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. 1800 നിന്ന് 3500, അതായത് ഏകദേശം 1700 റാങ്കിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ 5300 നിന്ന് 6300 +1000ന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാറ്റഗറി നമ്മുടെ DV കാറ്റഗറിയിലും ഏകദേശം നല്ല നിലയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകൾക്ക് വ്യത്യാസം 6300 നിന്ന് ഇതിവിടെ +100ന്റെ വ്യത്യാസം. അപ്പോൾ DV കാറ്റഗറിയിലും കുറച്ചൊരു എളുപ്പമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. DVയിൽ നമുക്ക് ഒരു +500ന്റെ ഒക്കെ വ്യത്യാസം ആവറേജ് കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതലായിട്ട് അഡ്മിഷൻ കിട്ടുന്ന പോലെ കാണാൻ വേണ്ടി പറ്റും. VK കാറ്റഗറി നെക്സ്റ്റ്, കുറേ അധികം ആളുകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന സാധനമാണ് VK കാറ്റഗറിയിൽ എന്താണെന്നുള്ള അറിയും. VK കാറ്റഗറിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഏകദേശം അതുപോലെ തന്നെ, ജസ്റ്റ് ഒരു 100ന്റെ അടുത്തുള്ള വ്യത്യാസമേ കാണുന്നുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ ഒരു 40ന്റെ അല്ലെങ്കിൽ ഒരു 30ന്റെ വ്യത്യാസമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഏകദേശം ഒരു 100ന്റെ വ്യത്യാസം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെയും കറക്റ്റായിട്ടൊരു 100ന്റെ വ്യത്യാസം നമുക്കിവിടെ കാണാം. ആൻഡ് തൊട്ട് താഴെ നിൽക്കുന്നിടത്ത് 457 500 +50ന്റെ വ്യത്യാസം കാണാം. അപ്പോൾ VKയിൽ എളുപ്പമായിട്ടുണ്ട്, പക്ഷെ ഭയങ്കര വ്യത്യാസമില്ല. ഒരു 50ന്റെ 100ന്റെ വ്യത്യാസം, 1150 1100 ഇവിടെ ഒരു 60ന്റെ വ്യത്യാസമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്.
1400 ഉണ്ടായിരുന്നു 1300 ഇതിവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഭയങ്കര വ്യത്യാസമാണോ എന്ന് വെച്ചാൽ ഒരു 80ന്റെ കുറവാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ വീക്കെൻഡിൽ ജനറലി പറയുന്നുണ്ട് 790 890 100ന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ വീക്കെ കാറ്റഗറിയിലും ഇവിടെയും എളുപ്പമാവുന്ന ഉണ്ടാവുക, പ്ലസ് ഒരു 100ന്റെ വ്യത്യാസം നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ കാറ്റഗറികളിലും കഴിഞ്ഞ വർഷത്തെ അനുസരിച്ചതിന് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലാണ്. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയാണോ അതിനേക്കാൾ ഒരു 100 റാങ്ക് വ്യത്യാസം വരെ നമുക്കിവിടെ വരാനുണ്ട്. BXന് ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ഗോൾഡൻ ആണ്. BXന് കുറച്ച് എളുപ്പം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പല സ്ഥലങ്ങളിലും. 1600 1300 ഇവിടെ -300 പക്ഷെ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി 1200 2200 പ്ലസ് 1000ന്റെ വ്യത്യാസം വന്നിട്ടുണ്ട് എറണാകുളമൊക്കെ എത്തുമ്പോൾ. ഇവിടെ 3000 നിന്ന് 4000 എത്തി. ഇവിടെയും പ്ലസ് 1000ന്റെ വ്യത്യാസമുണ്ട്. BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ 1300 നിന്ന് 1200 2200 900ന്റെ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ 1500 നിന്ന് 2600 പ്ലസ് 1100ന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു എന്താ പറയുക വളരെ എളുപ്പമായി മാറിയിട്ടുള്ള ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ BX കാറ്റഗറിയാണ്. 1100 റാങ്കിന്റെ 1000 റാങ്കിന്റെ വ്യത്യാസമൊക്കെ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റിൽ BXന് ആർക്കാണോ കിട്ടിയത് അതിനേക്കാൾ 1000 റാങ്കിന്റെ വ്യത്യാസത്തിലാണ് ഈ വർഷം സെക്കൻഡ് അലോട്ട്മെന്റിൽ BX പോയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ BX കുറച്ച് എളുപ്പമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി KU ആളുകളുടെ എണ്ണം കുറവുള്ള റിസർവേഷൻ ആണ്. പക്ഷെ സ്റ്റിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും 6700 നിന്ന് 7200 നമുക്ക് ഒരു 500ന്റെ വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. KNൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. 6600 നിന്ന് 8800 ഇവിടെ 2000ന്റെ വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 8200 നിന്ന് 9800 1600ന്റെ വ്യത്യാസമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. സോ അങ്ങനെ 4300 നിന്ന് ഇവിടെ മാത്രം ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇടുക്കി ആയിരിക്കാനാണ് സാധ്യത. ഈ ഒരു സാധനം വരുന്നത് അല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അല്ലെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഇടുക്കിയിൽ കൂടുതൽ ചോയ്സ് ഉണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന സ്ഥലമാണ്. അതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റില്ല. 6200 നിന്ന് 7800 പ്ലസ് 1600ന്റെ വ്യത്യാസമാണ് KNൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും ജനറലൈസ് ചെയ്താൽ KNലും ഒരു 1200ന്റെ അല്ലെങ്കിൽ 1000ന്റെ ഒക്കെ വ്യത്യാസം അവിടെ ജനറലി വരുന്നുണ്ട്. എളുപ്പമാവാണ് ചെയ്യുന്നത്. KUം ഇതേപോലെ തന്നെയാണ് വരുന്നുണ്ടാവുക. നമുക്ക് ട്രെൻഡ് നോക്കുന്ന സമയത്ത് ഒരു പ്ലസ് 1000ന്റെ ഒക്കെ വ്യത്യാസം KUലും വരുന്നത് പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ കാണും 9600 നിന്ന് 11,000 പോയത്. സോ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 1500ന്റെ വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, KUൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 10,000 നിന്ന് 12,000 2000ന്റെ വ്യത്യാസമാണ് ഇവിടെ വന്നിട്ടുള്ളത്. 12,000 നിന്ന് 14,000 വീണ്ടും 2000ന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. KUലും ഇതേപോലെ തന്നെ നമുക്ക് കാണാം 9,500 നിന്ന് 11,000 പ്ലസ് 1,500ന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും KUലും എന്ത് വരുന്നുണ്ട്, KUലും ഈ പറയുന്ന പോലെ നല്ല ഒരു 1000 റാങ്കിന്റെ ഒക്കെ വ്യത്യാസങ്ങൾ പൊതുവെ ഒരു സ്ഥലത്തു നിന്നല്ല പറയാ, പൊതുവെ എല്ലായിടത്തും കൂടിയായിട്ട് വരാനുള്ള ഒരു സാധനം കാണുന്നുണ്ട് KUലും വരുമ്പോൾ. അപ്പോൾ KU നമ്മൾ പറയാം, KU ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു 1500ന്റെ ഒക്കെ വ്യത്യാസം ടോട്ടൽ ഒരു പ്ലസ് 1500 ഒക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പോസിബിലിറ്റീസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. SC കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ ഉള്ള ഒരു കാറ്റഗറിയാണ്. SCയിൽ ഇതുപോലെ 9,800 നിന്ന് 10,000 പ്ലസ് 200ന്റെ വ്യത്യാസമാണ് SCയിൽ കാണുന്നത്. 9,500 നിന്ന് 10,000 പ്ലസ് 500ന്റെ വ്യത്യാസമാണ് കാണുന്നത്. 500 റാങ്കുകൾക്കും കൂടെ കൂടുതൽ SC കിട്ടിയതായിട്ട്. 13,300 നിന്ന് 13,700 പ്ലസ് 400ന്റെ വ്യത്യാസം കാണാൻ വേണ്ടി പറ്റും. ഇനി 6,154 നിന്ന് 7,600 ഏകദേശം 1,500ന്റെ വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. 10,000 നിന്ന് 11,000 10,400 ആയിരുന്നു. ഇവിടെ ഇങ്ങോട്ട് 11,200 വരുമ്പോൾ പ്ലസ് 800ന്റെ വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. 10,300 നിന്ന് 11,200 പോയിട്ടുണ്ട്. അതായത് പ്ലസ് ഇവിടെ 800ന്റെ വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 8,500 നിന്ന് 9,300 ഇവിടെ ഒരു പ്ലസ് 700ന്റെ വ്യത്യാസം കാണാൻ വേണ്ടി പറ്റും ടോട്ടലി നോക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ 10,300 നിന്ന് 10,900 ഇവിടെ ഒരു പ്ലസ് 600ന്റെ വ്യത്യാസം കാണാൻ വേണ്ടി പറ്റും. ജനറലി സ്പീക്കിംഗ് SC കാറ്റഗറിയിലും കുറച്ച് എളുപ്പമാണ് ചെയ്തിട്ടുള്ളത്. ഒരു പ്ലസ് 600ന്റെ വ്യത്യാസത്തിലേക്കൊക്കെ നമുക്ക് പോയിട്ടുണ്ട്. ST കാറ്റഗറി റിമൈനിങ് ഓൾ ദ സെയിം. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ്. 11,800 കഴിഞ്ഞ പ്രാവശ്യം പോയത്. ഇവിടെ 19,500 പോയിട്ട് 800 നിന്ന് 500 പറഞ്ഞു. -300 ഇവിടെ വന്നിട്ടുള്ളത് ആലപ്പുഴയിൽ. 20 പോയിരുന്നു 18 -2,000 -1,500 ST പോയത്. അപ്പോൾ ST പതിവ് പോലെ തന്നെയാണ്. ഇപ്പൊ 21,300 നിന്ന് 27 നിന്ന് 700 പ്ലസ് 400 പോയിട്ടുണ്ട്. ഇവിടെ 16,700 നിന്ന് 15,100 പോയി. അപ്പോൾ ഇതിനകത്ത് കുറവ് വന്നത് ഏകദേശം 1,200ന്റെ കുറവാണ് വന്നിട്ടുള്ളത്. 1,200 1,300ന്റെ കുറവാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ STയിൽ പറയുകയാണെങ്കിൽ ST കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു വിഭാഗമാണ് EWS വിഭാഗം. കഴിഞ്ഞ വർഷം 2,000 പോയ കോളേജിൽ ഇത്തവണ 1,900 പോയത്. -40 വന്നിട്ടുള്ളത്. EWS ഓൾമോസ്റ്റ് സെയിം ആണ്. 1,190 നിന്ന് 1,164 അവിടെ -30 പോയിട്ടുള്ളത്.
പിന്നെ നമുക്ക് പറയാനുള്ളത് 3275 നിന്ന് 3100 എത്ര വന്നിട്ടുള്ളത്, -100 വന്നിട്ടുള്ളത്. EWS വിഭാഗത്തിൽ ആളുകൾ കൂടിയിട്ടുണ്ട്, കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 1129 നിന്ന് 1252 +100 ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ജനറൽ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സെയിം നിലയിൽ നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ കുറച്ച് താഴേക്ക് വരുന്ന പോലെയാണ്. 2300 നിന്ന് 2087 അപ്പൊ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും 200 പോകുന്ന സമയത്ത് നമുക്കൊരു -150 വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് 2340 നിന്ന് 2460 പ്ലസ് ഒരു 120 മാർക്കിന്റെ വ്യത്യാസമാണ് അവിടെ വന്നിട്ടുള്ളത്. റാങ്കിന്റെ വ്യത്യാസം വന്നിട്ടുള്ളത് 1582 നിന്ന് 1682 പ്ലസ് 100ന്റെ വ്യത്യാസം എക്സാക്ട്ലി വന്നിട്ടുണ്ട്. 2500 നിന്ന് 2579 നിന്ന് 35 -30ന്റെ വ്യത്യാസമാണ് അവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ EWSൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും EWS ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒരു 100 റാങ്കിന്റെ ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന പോലെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ടോട്ടലി ഗവൺമെന്റ് MBBS നമ്മൾ പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നേരിടുന്ന രണ്ട് കാറ്റഗറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാറ്റഗറി EWS വിഭാഗം. EWS വിഭാഗത്തിന് നല്ല കോമ്പറ്റീഷൻ നേരിടുന്നുണ്ട്. EWSന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ്, കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെയാണ് EWS വിഭാഗത്തിന് കോമ്പറ്റീഷൻ വരുന്നത്. പിന്നെ ST വിഭാഗത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് വരുന്നത്. 19,000 20,000 കഴിഞ്ഞ പ്രാവശ്യം എവിടെയാണോ പോയത് അവിടെ തന്നെയാണ് STക്ക് ഇത്തവണയും വരുന്നത്. ഇങ്ങനെ അതുപോലെ വരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ EZനാണ്. ജസ്റ്റ് അതേപോലെ തന്നെ വരുന്ന സ്ഥലം EZനാണ് വരുന്നുണ്ടാവുക. ഇനി ഏറ്റവും കൂടുതൽ എളുപ്പമായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് LA വിഭാഗവും ഒന്ന് BX വിഭാഗവും പിന്നെ KU KN വിഭാഗങ്ങളും. അവിടെയൊക്കെ 1000 റാങ്കിന്റെ അടുത്ത് വ്യത്യാസത്തിൽ വരുന്നുണ്ട്, സീറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ്. DV വിഭാഗത്തിൽ ഒരു 500ന്റെ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. സോ ഈ വിഭാഗങ്ങളൊക്കെ കുറച്ച് എളുപ്പമാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു ടൈറ്റ് കോമ്പറ്റീഷൻ എന്നുള്ള നിലയിലേക്ക് എഴുതിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ കോമ്പറ്റീഷൻ കുറച്ച് ടൈറ്റ് കോമ്പറ്റീഷൻ വരുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ EZ കാറ്റഗറി, EW കാറ്റഗറി, ST കാറ്റഗറി ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് വരുന്നുണ്ടാവുക. ഇനി കോമ്പറ്റീഷൻ കുറച്ച് ലൂസ് കോമ്പറ്റീഷൻ വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ LA വിഭാഗം, BX വിഭാഗം, KU വിഭാഗം, KN വിഭാഗം ഇത്തരം സ്ഥലങ്ങളിൽ ഭയങ്കര ലൂസ് കോമ്പറ്റീഷൻ വരും. ബാക്കി എല്ലാ വിഭാഗങ്ങൾക്കും സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളിൽ ഇത് എവിടെയാണ് വരുന്നത് എന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഏകദേശം നിങ്ങളുടെ റൗണ്ട് 3യിലുള്ള പോസിബിലിറ്റീസ് പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. റൗണ്ട് 3ന്റെ നമ്മൾ നോക്കിയാൽ മതി. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ റൗണ്ട് 3ൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ 2013 കിടക്കുന്നുണ്ട്, 2023 കിടക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഇനി BDSലേക്ക് വരുവാണെങ്കിലും ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, സാധനങ്ങൾ വരാനുള്ളത്. BDSന്റെ പോസിബിലിറ്റീസ് നോക്കുമ്പോൾ ഞാനത് വിശദമായിട്ടൊരു വേറൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനകത്തും ഏകദേശം ഇതുപോലെ തന്നെയാണ് വരിക. സെൽഫ് ഫിനാൻസിങ് MBBSന് നോക്കുകയാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് MBBSന് ഇത്തവണ ലാസ്റ്റ് റാങ്ക് സെൽഫ് ഫിനാൻസിങ് MBBSലേക്ക് പോയിട്ടുള്ളത് ഇവിടെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. സെൽഫ് ഫിനാൻസിങ് MBBSന്റെ ലാസ്റ്റ് റാങ്ക് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് 9627 ഈ വർഷം പോയിട്ടുള്ളത്. 9627 പോയത്. വേറെ എവിടെയല്ല, ഏറ്റവും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ PIMS പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇവിടെ പോയിട്ടുള്ളത്. ആൻഡ് MU വിഭാഗത്തിൽ നമുക്ക് പോയിട്ടുള്ളത് 11,000 ഇവിടെയാണ് പോയിട്ടുള്ളത്. 11,500 എന്നുള്ള രൂപത്തിലേക്കാണ് പോയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമുക്കിത് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം സെൽഫ് ഫിനാൻസിങ് MBBS കോളേജുകളിൽ നമുക്ക് ലാസ്റ്റ് പോയത് 9,700 പോയത് അല്ലസറിൽ. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു താഴെയായിട്ടാണ് പോയിട്ടുണ്ടാവുക. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയായിരിക്കും. നമ്മുടെ ഗവൺമെന്റിൽ കണ്ട പോലെ തന്നെ കുറച്ച് മേളിലേക്ക്, ഒരു പൊടിക്ക് മേളിലേക്ക് നിൽക്കാനാണ് സാധ്യത. കഴിഞ്ഞ വർഷം ലാസ്റ്റ് റൗണ്ട് 3rd റൗണ്ടിൽ എവിടം വരെയാണോ പോയത് അതിനേക്കാളും കുറച്ചും കൂടി മേളിലേക്ക് നിൽക്കാനായിരിക്കും പോസിബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. BDSന്റെ ഇതേപോലെ തന്നെയാണ് സെയിം ട്രെൻഡുകൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ള അതേപോലെ തന്നെ എല്ലാ കാറ്റഗറികൾക്കും കുറച്ച് സീറ്റുകൾ അധികം കിട്ടാൻ, അതായത് കഴിഞ്ഞ പ്രാവശ്യം 5000-ലാണ് സീറ്റ് പോയെങ്കിൽ തോന്നുന്നത് 5100 വരെയൊക്കെ ഒരു 150 റാങ്കൊക്കെ കൂടുതൽ കിട്ടാനാണ് സാധ്യതയുള്ളത് എല്ലാ കാറ്റഗറികൾക്കും, ഇൻക്ലൂഡിങ് EZ, EW അടക്കമുള്ള എല്ലാ കാറ്റഗറികൾക്കും അങ്ങനെ കിട്ടാനാണ് സാധ്യതയുള്ളത്. പിന്നെ ചിലർക്ക് കുറച്ചും കൂടി കൂടുതൽ കിട്ടാനും ചിലർക്ക് അതേപോലെ തന്നെ നിൽക്കാനും സാധ്യതയുണ്ട്. പക്ഷെ ആർക്കും സീറ്റും അല്ലാതെ കുറയുന്നതായിട്ടോ വേറെ കാര്യങ്ങളായിട്ടോ ഇല്ല. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ BDSനെ പറ്റിയിട്ട് തന്നെയാണ്. BDS നല്ല സ്കില്ലുണ്ടെങ്കിൽ നല്ല പ്രൊഫഷനാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് ഇയർ മുതൽ നല്ല ഓറിയന്റേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ BDSന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓറിയന്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ള പ്രമുഖന്മാരായിട്ടുള്ള ഡെന്റിസ്റ്റുകൾ, പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ, MDS എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും MDS എടുക്കാതെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും സ്വന്തമായിട്ട് ക്ലിനിക്ക് ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും അടക്കമുള്ള പലതരത്തിലുള്ള ഡെന്റിസ്റ്റുകൾ നിങ്ങളോട് സംവദിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. വരുന്ന ഞായറാഴ്ചയാണ്
കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ വെച്ചിട്ട് നമ്മുടെ ഫേസ് ടു ഫേസ് സെന്ററിൽ വെച്ചിട്ടാണ് ഓറിയന്റേഷൻ പ്രോഗ്രാം നടക്കുന്നുണ്ടാവുക. രജിസ്ട്രേഷൻ നിർബന്ധമാണ്. രജിസ്ട്രേഷനുള്ള ലിങ്ക് താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. BDS എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ BDS കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിലും വരാട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ഇയർ എക്സാം ജസ്റ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറിലേക്ക് എൻ്റർ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്കും വേണമെങ്കിൽ പങ്കെടുക്കാം. കാരണം BDS എന്താണ്, അതിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു വാല്യൂ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ പങ്കെടുക്കുക. പേരൻസിനെയും കൂട്ടിയിട്ട് വരിക. കാരണം പേരൻസിനും ഒരു അവയർനെസ്, കാരണം BDS വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. സോ അതിന്റെ എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റിയിട്ട് എന്തൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇതിനകത്ത് PG ഒക്കെ എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കണം, നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. സോ ഇന്നാണ് വരുന്ന ഞായറാഴ്ച 29 സെപ്റ്റംബർ 29 ഞായറാഴ്ച കോഴിക്കോട് വെച്ചിട്ടാണ് പ്രോഗ്രാം ഉള്ളത്. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ നടക്കുന്ന സ്ഥലത്താണ്. നമ്മൾ അതിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അടക്കം കൊടുക്കുന്നുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ അടക്കമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും. സോ താങ്ക് യു സോ മച്ച്. നമ്മൾ എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ BDSന്റെ ഇതുപോലത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം.